ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെണ്ടയ്ക്ക തോരനാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇളം വെണ്ടയ്ക്ക നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് മൂത്ത് പോയ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മാത്രം അരിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ വെള്ളം കൂടെ ചേർന്നിട്ട് അത് കൂടുതൽ കൊഴുപ്പായിട്ട് മാറും. അല്ലെങ്കിൽ തന്നെ വെണ്ടയ്ക്കയിൽ അത്യാവശ്യം കൊഴുപ്പുള്ള ഒരു വെജിറ്റബിൾ ആണല്ലേ. അപ്പം നമ്മൾ ഈ വെള്ളം കൂടി ചേരുന്ന സമയത്ത് അത് കുറച്ചും കൂടി കൂടുതലാവും. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് 2 അറ്റം മുറിച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇതാ ഞാനിവിടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കനം കൂടണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ അരിഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ നടുമുറിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഉള്ളിയുടെ. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ചും കൂടി അതിന്റെ ഒരു അളവ് കുറയും. അപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ വെണ്ടയ്ക്ക് തോരൻ അതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ആ ആവി വെള്ളം ഇറങ്ങിയിട്ട് അത് വീണ്ടും ഒന്നുകൂടെ കുഴഞ്ഞു പോകും. ഇപ്പൊ ഇതാ കണ്ടില്ലേ, വെണ്ടയ്ക്ക് നിന്നൊക്കെ ആ ഒരു വഴുവഴുപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ വഴുവഴുപ്പൊക്കെ താനെ പോയി കിട്ടും കേട്ടോ. ഇപ്പൊ ഇത് നമ്മൾ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കുറച്ചു നേരമായിട്ട് ഇളക്കി കൊടുക്കായിരുന്നു. ഇപ്പൊ ആ ഒരു വഴുവഴുപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂണും കുറച്ചും കൂടി കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇതുപോലെ വഴറ്റി കൊടുക്കുന്ന സമയത്ത് അതിലെ ആ ഒരു വഴുവഴുപ്പൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു തോരനായിട്ട് നമുക്ക് കിട്ടുവേ. ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക കാണാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വീണ്ടും. അപ്പൊ ഞാനിപ്പോ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്തും തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ തേങ്ങ ചേർത്തിട്ട് 1-2 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒട്ടും വഴുവഴുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.